ഹായ് ഹലോ എല്ലാ ഇയറും നമുക്ക് ഓഫീസ് ട്രിപ്പ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ ഓഫീസ് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ 2 ബസ്സാണ്. ഓൾറെഡി ബസ് മാഹിന്ന് പുറപ്പെട്ടു. അപ്പോൾ നമ്മൾ പിക്കപ്പ് പോയിന്റ് കൊടുത്തേക്കുന്നത് പള്ളൂരായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ബസ് വന്നു, അതിലേക്ക് ഞങ്ങൾ കയറുവാണ്. ഒരു ബസ് ഇതിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏതാ ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാടുള്ള ടാലൻറ്റ് റിസോർട്ടിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് കൂടിയിട്ട് പോകുന്ന ട്രിപ്പാണ്. ഇനി ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് അങ്ങടേ പോവുക കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേരുള്ളത് കൊണ്ട് നമുക്ക് അത്രയും എൻജോയ്മെൻറ്റ് കിട്ടുന്ന ഒരു ട്രിപ്പ് തന്നെയായിരിക്കും കേട്ടോ. നമ്മുടെ ഒരു ഓഫീസ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മാക്സിമം അടിച്ചു പൊളിച്ച് പോകാന്നുള്ള ഒറ്റ മൈൻഡോട് കൂടി പോകുന്നതാണ്. പിന്നെ ബസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇരിക്കുന്ന പരിപാടിയേ നമുക്കില്ല. എത്രത്തോളം അടിച്ചു പൊളിച്ച് പോകാൻ പറ്റുമോ അത്രത്തോളം അടിച്ചു പൊളിക്കുക. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡെസ്റ്റിനേഷൻ എത്തിയേ. വയനാട് ചുരമൊക്കെ കയറി കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റുള്ള ഹെയർ പിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന ഹിൽബറ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ആംബിയൻസിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിന് മുന്നേ വയനാട് ട്രിപ്പ് പോയ സമയത്ത് നമ്മൾ ഇതേ സ്പോട്ടിൽ തന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത്. നല്ല അടിപൊളി ഫുഡ് തന്നെയാണ്. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു. അപ്പം, പൊറോട്ട, നൂൽപുട്ട്, മുട്ടക്കറി, വെജിറ്റബിൾ കറി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ബസ് കയറി കേട്ടോ. കയറി കഴിഞ്ഞപ്പോൾ ഇനി അങ്ങോട്ടേക്ക് റിസോർട്ട് എത്തുന്നത് വരെ മാക്സിമം അടിച്ചു പൊളിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നല്ല അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ ഇട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു. സ്പേസ് പോരാന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ. കാരണം ചെറിയൊരു സ്പേസിലാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് തുള്ളി കളിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റിസോർട്ട് എത്തിയപ്പോഴുള്ള കുറേ വീഡിയോസൊക്കെ എന്നോട് എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അങ്ങനെ ഇതാണ് ഞങ്ങൾ പോയ ടാലൻറ്റ് റിസോർട്ട്. മോശമില്ല, കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. വലിയ ഹൈപ്പ് ഞാൻ ഇതിൽ പറയുന്നില്ല. ഈ ഒരു ആംബിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഗേൾസിന് വേറെ ബോയ്സിന് വേറെയുള്ള റൂമൊക്കെ സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. അപ്പോൾ റൂമും ആംബിയൻസും ഒക്കെ ഇതിൽ കുറച്ചായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് വീഡിയോസിൽ കാണാൻ പറ്റും. ഇതൊരു ടോപ്പ് വ്യൂ ആട്ടോ. നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നേ, അടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ റൂമിൻ്റെ ഉള്ളിലെത്തി. അവിടെ എത്തിയിട്ട് പിന്നെ മിറർ കണ്ടു കഴിഞ്ഞാൽ വീഡിയോസ് എടുക്കുക എന്നുള്ളത് എല്ലാത്തെ പോലെ തന്നെ നിർബന്ധമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, പുറത്തിറങ്ങി. ഇനി കുറേ വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുക്കുക, ഫുഡ് കഴിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കാരണം റിസോർട്ടിലെത്തിയ വേറെ ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ലഞ്ച് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സൂപ്പ് ഉണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി സൂപ്പ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ സൂപ്പൊക്കെ എടുത്തു. പിന്നെ ഫുഡ് ചപ്പാത്തി, പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എടുത്തില്ല. നേരെ ഫ്രൈഡ് റൈസും പിന്നെ ദാൽ കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നേരെ ചില്ലി ചിക്കൻ ഗ്രേവി ടൈപ്പും പിന്നെ കുറച്ച് സാലഡ്സും എടുത്ത് പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും എടുത്തായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് അത്ര അടിപൊളിയൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ആവറേജ് റേഞ്ച് തന്നെയായിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടായിരുന്നത്. സാധാരണ നല്ല അടിപൊളി ഫുഡൊക്കെ നമുക്കിങ്ങനെ ഓഫീസ് ട്രിപ്പ് പോയി കഴിഞ്ഞാൽ കിട്ടാറുണ്ട്. ഇത്തവണത്തെ ഫുഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോപ്പായി തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് റീൽസൊക്കെ എടുത്തു. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ.